ഹരിപ്പാട് രാകേഷ് തിരോധാന കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിലേക്ക്. കാണാതായി 10 വർഷം കഴിയുമ്പോഴും രാകേഷിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിലാണ് രാകേഷിന്റെ അമ്മ രമ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. രാകേഷിനെ കൊലപ്പെടുത്തി എന്ന് കുടുംബം ആരോപിക്കുന്ന കുമാരപുരം സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്ന് വിദേശ നിർമ്മിത തോക്കും ആയുധങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു. ഹരിപ്പാട് കുമാരപുരത്ത് നിന്ന് 10 വർഷം മുമ്പ് കാണാതായ രാകേഷിനെ കൊന്നു കുഴിച്ചുമൂടിയെന്ന് കാട്ടി രാകേഷിന്റെ അമ്മ രമ കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം വീണ്ടും തുടങ്ങിയത്. ഹർജി പരിഗണിച്ച ഹരിപ്പാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയെങ്കിലും റിപ്പോർട്ട് ഹാജരാക്കിയില്ല. പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസിന്റേതെന്നും മകന് എന്ത് സംഭവിച്ചെന്നറിയാൻ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് രാകേഷിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. രാകേഷ് തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്ന കുമാരപുരം സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്ന് പരിശോധനയ്ക്കിടെ വിദേശ നിർമ്മിത തോക്കും തിരകളും മാരകായുധങ്ങളും കണ്ടെത്തിയിരുന്നു. എന്നാൽ വിദേശ നിർമ്മിത തോക്കിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ലൈസൻസ് ഇല്ലാതെ US നിർമ്മിത തോക്കും തിരകളും ഗുണ്ടയുടെ വീട്ടിൽ നിന്ന് പിടികൂടുന്നത് സംസ്ഥാനത്ത് ആദ്യമാണെന്നും പോലീസ് പറയുന്നു. പിടിച്ചെടുത്ത തോക്കിന് സാധാരണ തോക്കിനേക്കാൾ കൃത്യതയും റേഞ്ചും കൂടുതലാണ്. ഒരേ സമയം 6 തിരകൾ തോക്കിൽ നിറച്ച നിലയിലായിരുന്നു. തോക്കിൽ 60 തിരകൾ ഉണ്ടായിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. ബാക്കി തിരകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസിന് വ്യക്തതയില്ല. ഒളിവിൽ പോയ കിഷോറിനെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ മുഖേന രാകേഷിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. നിഷ ദിലീപ്, ജനം, ആലപ്പുഴ.